ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ട്രിപ്പ് ടു മൈ ഗാർഡൻ. അപ്പോൾ ഇന്നത്തെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പ്ലാന്റും അതിൻ്റെ ഫ്ലവേഴ്സ് അഡീനിയാണ്. അപ്പോൾ നമുക്കറിയാം ഇത് നല്ല ചൂട് കാലാവസ്ഥയാണ് അല്ലേ. നമുക്ക് ഒരു എന്താണ് പറയണ ഒരു ഹോട്ട് സീസണാണ്, സമ്മർ സീസണാണ്. അപ്പോൾ ആ സമയത്തുള്ള പൂക്കളെന്ന് പറയുമ്പോൾ ബൊഗൈൻവില്ല, അഡീനിയം ഇങ്ങനെയൊക്കെയുള്ള ഡ്രോട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് ഈ സീസണിൽ കൂടുതലായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ബൊഗൈൻവില്ല ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ്. പല വെറൈറ്റീസ് ഒക്കെ നമ്മൾ ഇപ്പോൾ കാണാൻ കഴിയും. അതുപോലെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫ്ലവർ തന്നെയാണ് നമ്മുടെ അഡീനിയം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അഡീനിയം ഉണ്ട്. അപ്പോൾ എൻ്റെ ഗാർഡനിലുള്ള അഡീനിയത്തിൻ്റെ കളക്ഷനുകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ ഉള്ളൂ ഹൈബ്രിഡ് വെറൈറ്റി, ബാക്കിയുള്ളതെല്ലാം കോമൺ വെറൈറ്റീസാണ്. അപ്പോൾ എനിക്ക് നേരത്തെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 8 കൊല്ലം മുമ്പ് തന്നെ എനിക്ക് നല്ല ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാന്റ്സ് തന്നെയാണ് അതിൻ്റെ പുതിയ പുതിയ തൈകൾ. അപ്പോൾ ഓരോ തൈകൾ വരുമ്പോൾ തന്നെ അതിൻ്റെ ഫ്ലവേഴ്സിനൊക്കെ ഒത്തിരി ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പല കളറിലുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ പല കളറിലുള്ള അഡീനിയം ഫ്ലവേഴ്സ് അടുത്തടുത്ത് വെക്കുമ്പോൾ തന്നെ ഓരോ ഫ്ലവേഴ്സിനും ഡിഫറൻസ് വരുന്നുണ്ട്. കളറിൻ്റെ കോമ്പിനേഷനിലാണെങ്കിലും ആ ഫ്ലവർ പെറ്റലിൻ്റെ പാറ്റേണിലാണെങ്കിലും ഒക്കെ നല്ല വ്യത്യാസങ്ങൾ വരും. അപ്പോൾ നമുക്ക് പല വെറൈറ്റികളെ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പുതിയ പുതിയ വെറൈറ്റികൾ നമുക്കതിൽ നിന്ന് താനേ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഓരോ പൂക്കളും മറ്റൊരു പ്ലാന്റിൻ്റെ ഫ്ലവറിൽ നിന്നും വളരെ വ്യത്യാസമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വില കൊടുത്ത് വലിയ ഹൈബ്രിഡ് വെറൈറ്റി നിങ്ങൾ വാങ്ങിയില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഗാർഡനിലുള്ള അഡീനിയം പ്ലാന്റ്സിനെ നിങ്ങൾ നല്ല രീതിക്ക് വളർത്തി നല്ലപോലെ വളമൊക്കെ ഇട്ട് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിറയെ പൂക്കും. അതിലെ പൂക്കൾക്ക് ഡിഫറൻസും ഉണ്ടാവും. അതായത് നമ്മളിങ്ങനെ ഈ പ്ലാൻ കളക്ഷൻ ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് വരണം. ഒരു ദിവസമോ 2 ദിവസം കൊണ്ടൊന്നും നടക്കില്ല, കുറേ വർഷങ്ങൾ വേണം കേട്ടോ. ഈ പ്ലാൻസൊക്കെ എൻ്റെ കയ്യിൽ ഏകദേശം ഒരു 9 വർഷം ആയിട്ടുണ്ടാവും. അപ്പോൾ അത്രയും ബാക്കിലുള്ള ഒരു പ്ലാൻ കളക്ഷനാണ്. അപ്പോൾ എന്നിട്ടും എനിക്ക് വലിയ ഹൈബ്രിഡ് വെറൈറ്റി കളക്ഷൻസ് ഒന്നുമില്ല. എനിക്ക് സാധാരണ നോർമലായിട്ട് കണ്ടുവരുന്ന അഡീനിയംസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ പ്ലാന്റ്സ് എല്ലാം ഞാനിങ്ങനെ കളക്ട് ചെയ്ത് അതിൻ്റെ വിത്തുകൾ വന്ന് അത് വേറെ തൈകളായി ഇങ്ങനെ ഒത്തിരി തൈകൾ ഇങ്ങനെ കളക്ഷൻ ചെയ്ത് ഒത്തിരി പ്ലാന്റ്സ് എൻ്റെ കയ്യിലുണ്ട്. കോമൺ വെറൈറ്റിയുടെ ധാരാളം പ്ലാന്റ്സ് കയ്യിലുണ്ട്. ഒത്തിരി തൈകളുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും തൈകൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തൈകളെല്ലാം റെഡിയാക്കിയിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വാട്സാപ്പിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോർമൽ വെറൈറ്റികളുടെ തൈകൾ ഞാൻ അവൈലബിൾ ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുക. ഇതൊരു ഡബിൾ പെറ്റലാണ് കേട്ടോ. അത് ഞാനിങ്ങനെ പിന്നീട് വാങ്ങിയ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കളക്ഷനെ എൻ്റെ കയ്യിൽ സ്പെഷ്യലായിട്ടുള്ളതുള്ളൂ. ബാക്കിയെല്ലാം കോമൺ ആണ്. ഇപ്പോൾ ഞാൻ കുറച്ച് പിന്നെ ഹൈബ്രിഡ് വെറൈറ്റീസ് വാങ്ങിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം തീരെ ചെറിയ തൈകളാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പണ്ട് മുതലേ ഉള്ള കുറച്ച് വെറൈറ്റീസാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഈ വൈറ്റ് വെറൈറ്റിയും അതും സിംഗിൾ പെറ്റലാണ്. അതും ഞാൻ വാങ്ങിയിട്ടൊരു 3 കൊല്ലത്തോളമായി. അപ്പോൾ അതിലും ഇപ്പോൾ നിറയെ പൂക്കളുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ സാധാരണ അഡീനിയം പ്ലാന്റ്സിനെ നമുക്ക് ഗാർഡനിൽ വളർത്താൻ ഒരു പ്രയാസമില്ല. വളർത്തി കഴിഞ്ഞാലുണ്ടല്ലോ അതിന് വലിയ കെയറൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റാണ്. അപ്പോൾ അതിൻ്റെ വിത്തുകൾ വന്ന് നമുക്ക് ധാരാളം തൈകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കഴിയും. അതുകൊണ്ട് ഗാർഡൻ നിറയ്ക്കാൻ കഴിയും. നല്ല ഒരു പ്ലാന്റാണ്. നമുക്ക് ഒരു മെയിൻ്റനൻസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തൊരു പ്ലാന്റാണ്. ചെറിയ ചെറിയ കെയറിങ് മാത്രം മതി. പക്ഷേ ഗാർഡനിൽ ഫ്ലവർ കൊണ്ട് നിറഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഗാർഡൻ നിറയെ പൂക്കളുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അഡീനിയം പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നല്ല രീതിക്ക് കെയർ ചെയ്ത് വളർത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിത്തുകൾ കിട്ടും. ആ വിത്തുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് എടുക്കാം. ആ പ്ലാന്റ്സുകൾ ഇങ്ങനെ ഒരുമിച്ച് നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പല കളർ വെറൈറ്റീസും നമുക്ക് അതിൽ നിന്ന് പിന്നീട് കിട്ടുന്നതായിരിക്കും. ആദ്യമൊന്നും നമുക്ക് വരില്ല. കുറച്ച് അങ്ങോട്ട് കുറച്ച് കാലം അങ്ങോട്ട് ചെല്ലുമ്പോൾ അതിൽ നിന്നും കുറച്ച് വേരിയേഷൻസൊക്കെ വന്ന് പല ഡിഫറെൻറ്റ് വെറൈറ്റീസും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ മെയിനായിട്ട് നമ്മൾ നോക്കിയത് അഡീനിയത്തിൻ്റെ
പല കളേഴ്സ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, നമുക്ക് അധികം എഫേർട്ടില്ലാതെ. അതായത് നമ്മുടെ ഉള്ള പ്ലാന്റ് കളക്ഷനിൽ വെച്ച് നമുക്ക് എങ്ങനെ കൂടുതൽ കളർ വെറൈറ്റീസിനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് കൺവേ ചെയ്തത്. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. നിങ്ങളുടെ കൈവശമുള്ള പ്ലാന്റ്സിനെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒരുമിച്ച് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ തൈകളെടുത്ത് പുതിയ പുതിയ പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾക്ക് നല്ല കളർ വെറൈറ്റീസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ചയാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കാണുമെന്ന് കരുതുന്നു.